വലിയ വലിയ ഇന്റർനാഷണൽ ആക്സിൽ പോലും കോടികൾ മുടക്കിയുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. സോ അവിടെ ചിലപ്പം മറ്റേ അമിട്ടുകൾ പൊട്ടുന്നുണ്ടായിരിക്കാം, മഴ പെയ്ക്കുന്നുണ്ടായിരിക്കും, അവര് ഭയങ്കര വലിയ വലിയ LED വാൾസും ഭയങ്കര പരിപാടികളും മറ്റേ പറക്കുന്ന മെഷീനും വലിയ പരിപാടിയായിരിക്കും. അത്രയും വലിയൊരു ആക്ട് അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി ചിലപ്പം ചില ആർട്ടിസ്റ്റുകൾ, എല്ലാവരും ഞാൻ പറയുന്നത്, ചില ആർട്ടിസ്റ്റുകൾ ലിപ്സിങ്ക് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ആ ആക്ട് പെർഫെക്റ്റ് ആക്കാനും മാനുഷികമായിട്ടുള്ള ലൈവ് പാടുമ്പോഴുള്ള തെറ്റുകൾ പോലും അവിടെ സംഭവിക്കരുത് എന്നുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് പാടാൻ വയ്യാത്തോണ്ടല്ല. അത്രയും കൂടെ ഒരു ശ്വാസം എടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ബ്രേക്ക് പോലും നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനത്തിനെ എഫക്ട് ചെയ്യരുത് എന്നുള്ള വാശിയുള്ള അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെ ലിപ്സിങ്ക് ചെയ്യാറുണ്ട്. അതിനെ കുറ്റം പറയാൻ ഐ ഡോണ്ട് തിങ്ക് ഞാനൊന്ന് പറയണം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് എഫേർട്ട് അവരിടുമ്പോൾ ഈ ഒരു സാധനം മാത്രം പിടിച്ചിട്ട് ലിപ്സിങ്ക് അല്ലേ എന്ന് ചോദിക്കുന്നത് അത്രയ്ക്ക് ബോധമില്ലായ്മയാണ്. ഞാൻ പേഴ്സണലി ലിപ്സിങ്ക് ചെയ്യാത്തത് എനിക്ക് സ്റ്റേജിൽ ലൈവ് തന്നെ പാടുന്ന ഇഷ്ടമാണ്. എനിക്ക് ലിപ്സിങ്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സാധനം പഠിക്കണം. ഞാൻ ഫസ്റ്റ് എവിടെ ശ്വാസം എടുക്കണം ഇതെല്ലാം പഠിക്കണമല്ലോ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലിപ്സിങ്ക് നിങ്ങൾ പറയണ പോലെ നിസ്സാര കാര്യമല്ല. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കാണുമല്ലോ ഈ സാധനം. അതിനേക്കാളും എനിക്ക് എളുപ്പം അറിയാവുന്ന പോലെ പാടി 4 കല്ലെങ്കിൽ കല്ല് അത് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പാടുന്നതാണ് എളുപ്പം.